ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 26. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാ സർവേ സഹൈവാവനിപാലസംഗൈഃ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരഭിയൂതമുഖ്യൈഃ. ശ്ലോകം 27. വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത്വലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തെ ചോർണിതൈരുത്തമാംഗൈഃ. വിവർത്തനം. ധൃതരാഷ്ട്ര പുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരുമെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായുകളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ആ ദംഷ്ട്രങ്ങൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസുകൾ ചതഞ്ഞരയുന്നു. ഭാവാർത്ഥം: നീ കാണാനിച്ഛിക്കുന്നതെല്ലാം കണ്ടുകൊള്ളുക എന്നാണല്ലോ മുമ്പൊരു ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷത്തിലെ യോദ്ധാക്കളായ ഭീഷ്മദ്രോണ കർണാദികളും ധൃതരാഷ്ട്ര പുത്രന്മാരും അർജുനനെ സഹായിക്കുന്ന സേനാധിപന്മാരുമെല്ലാം സംഹരിക്കപ്പെടുന്നതാണ് അദ്ദേഹം ഇവിടെ കാണുന്നത്. കുരുക്ഷേത്രത്തിൽ ഒത്തുചേർന്നവരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും നാശവും അർജുനന്റെ വിജയവും ഇതിനാൽ സൂചിപ്പിക്കപ്പെട്ടു. ആരാലും ജയിക്കപ്പെടാനാവാത്ത ഭീഷ്മരും കർണനും പോലും ഈ യുദ്ധത്തിൽ മരിക്കും. അവർ മാത്രമല്ല, അർജുന പക്ഷത്തിൽപ്പെട്ട ചില യോദ്ധാക്കളും കൊല്ലപ്പെടും. ശ്ലോകം 28. യഥാ നദീനാം ബഹവോംബുവേഗാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. വിവർത്തനം. നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്കു തന്നെ പാഞ്ഞൊഴുകുന്നത് പോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായ്കളിലേക്ക് കടക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.